എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സ്. നാലാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്. അതായത് നമ്മളുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള സന്തോഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യാണ്, അതിനൊരു വിലയില്ല കൽപ്പിക്കൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത് നമ്മളുടെ പോസിറ്റീവ് എക്സ്പീരിയൻസിനെ പലപ്പോഴും നെഗറ്റീവായിട്ട് മാറ്റുന്ന രീതിയിലുള്ള ചിന്താഗതിയായി മാറാറുണ്ട്. പലപ്പോഴും ഇത് ചെയ്യുന്ന ആൾക്കാർ അവർ കരുതി കൂട്ടി ഇന്റൻഷനലി ചെയ്യുന്നതല്ല, പക്ഷെ അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തകളും മറ്റും വരുന്നത് ഈ രീതിയിലാണ്. അതുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. ഇനി മനസ്സിലാക്കുന്നത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പലപ്പോഴും കുറവ് വരാത്ത അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലുള്ള പല ഡിപ്രഷനും കാരണമായിട്ട് ഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഡിസ്ക്വാളിഫൈയിങ് ദ പോസിറ്റീവ് എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്താവൈരുദ്ധ്യമാണ്. നിങ്ങൾക്ക് പലപ്പോഴും ജീവിതത്തിൽ പലപ്പോഴും കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങളെക്കുറിച്ച് നല്ലത് മറ്റുള്ളവർ നിങ്ങളുടെ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളത് ചെയ്തത് നന്നായി, നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം നല്ലതാണ്, നിങ്ങളുടെ ആ ശബ്ദം വളരെ നല്ലതാണ്, നിങ്ങൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് അനുകമ്പയുള്ളവരാണ് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ കേട്ടതിന് ശേഷം പലപ്പോഴും ഒരു പക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ആരും പറയുന്ന ഇത്തരത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് മറ്റുള്ളവരങ്ങനെ പറഞ്ഞത് അവർ ജസ്റ്റ് നൈസായി നല്ലതായി ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് ജെന്യൂൻ ആയിട്ടുള്ളതൊന്നല്ല. അല്ലെങ്കിൽ അവർ പറയുന്നത് അതൊന്നുമില്ല, അത്ര കേസൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗുകളും അതിനുശേഷം ഞാൻ സെക്കൻഡ് റേറ്റ് ആണ്, ഞാൻ ഒരിക്കലും അതിന് അവർ പറഞ്ഞ രീതിയിലുള്ള കോംപ്ലിമെന്റിന് അർഹനായവനോ അല്ലെങ്കിൽ അർഹയായവളോ അല്ല, ഞാൻ വെറും രണ്ടാം കിടക്കാരനോ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി മനസ്സിൽ വെച്ച് പോകുന്ന ഒരു നിലപാടായിരിക്കും ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവിലെ ഒരാൾക്കുണ്ടായിരിക്കുക. ഒരു പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത്, അതിനെ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി, ആ പോസിറ്റീവ് എക്സ്പീരിയൻസിനെ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്ത് അതിനെ ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ അവിടെ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന് പറയുന്നത് അതൊരു വെറുതെ നല്ലത് നമ്മൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ എന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് രീതിയിലുള്ള ചിന്താഗതിയിലാണ് എത്തിച്ചേരുന്നത്. കൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ, അതായത് ജീവിതത്തിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സാഡ്നെസ് പ്രദാനം ചെയ്യുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന എക്സ്പീരിയൻസുകൾ പലപ്പോഴും ഉണ്ടായിരിക്കും. ആ സമയത്തൊക്കെ നിങ്ങൾ പറയുക, അതെനിക്കറിയായിരുന്നു, എൻ്റെ ജീവിതം ഓൾറെഡി സോ ഒരു ദുരന്തം കൂടി സംഭവിച്ചു, അത്രയേ ഉള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ എടുക്കും. പക്ഷേ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വിജയങ്ങളും മറ്റും സംഭവിക്കുന്ന സമയത്ത് അത് വെറുതെ ഭാഗ്യത്തിന് കിട്ടിയതാ, അത് നമുക്ക് എണ്ണാനൊന്നും സാധിക്കില്ല, ജസ്റ്റ് ഭാഗ്യത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഒരു ചാൻസ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവിനെ കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്ത് എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് എടുക്കുന്ന രീതിയിലായി മാറും. അങ്ങനത്തെ സാഹചര്യത്തിലോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ആസ്വദിക്കാനോ അതിനെ സ്വീകരിക്കാനോ തയ്യാറാകാത്ത, അങ്ങനെ സാധിക്കാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരാണ് ചെയ്യുന്നത്. ഇതിന് വളരെ രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് സംഭവിക്കുന്ന ഒരു സൈക്യാട്രി വാർഡിലാണ്. ഈ സൈക്യാട്രി വാർഡിൽ ഡിപ്രഷൻ കാരണം ഒരു പേഷ്യൻ്റ് വന്ന് അഡ്മിറ്റായി. പേഷ്യൻ്റ് സ്ത്രീയാണ്. ഈ സ്ത്രീ വളരെ നെഗറ്റീവായിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലത്തെ പോസിറ്റീവ് കാര്യങ്ങളെയൊക്കെ തള്ളി പറഞ്ഞ് സ്വയം ഒരു ഓഫ്ഫുൾ ആയിട്ടുള്ള, സ്വയം ഒന്നിനും യോഗിയല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നു. സോ ആ സ്ത്രീയുടെ അടുത്തുള്ള ആദ്യത്തെ സെഷനുകളിലൂടെയൊക്കെ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം സ്ത്രീക്ക് 1-2 ആഴ്ച ആ സൈക്യാട്രി വാർഡിൽ ജീവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ സൈക്യാട്രി വാർഡിൽ ആ സ്ത്രീ ആയിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ അവിടെയുള്ള മറ്റ് വാർഡ് ഇൻമേറ്റ്സിൻ്റെയും അവിടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്തും നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല ചങ്ങാത്തവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ സ്ത്രീ അവിടെ നിന്നും ഡിസ്ചാർജായി പോയതിനു ശേഷം ആ സ്ത്രീയുടെ നല്ല സാമീപ്യത്തെയും അവരുടെ അടുത്തുള്ള നല്ല എക്സ്പീരിയൻസിനെയും കുറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ, ആ വാർഡിലുണ്ടായിരുന്ന മറ്റു പേഷ്യൻസും അവരുടെ കൂടെയുള്ളവരൊക്കെ കമന്റ് ചെയ്യുകയുണ്ടായി. ഇതറിഞ്ഞ ആ പ്രൊഫഷണൽ മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ അടുത്ത പ്രാവശ്യം ആ സ്ത്രീ അവരെ ഔട്ട് പേഷ്യൻ സെറ്റപ്പിൽ കാണാൻ വന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ വളരെ ഓഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങൾ എന്നേക്കും ഒരു ലോണറായിട്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ആ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആ വാർഡിൽ വന്നപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷം നിങ്ങളുടെ ആ സാമീപ്യവും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും വളരെ നല്ലതായിരുന്നു എന്ന് നിങ്ങൾ ഇടപെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അത് കാണിക്കുന്നത് എന്താണ്? അപ്പോൾ സ്ത്രീ പറയുക, അവർക്കൊന്നും എന്നെ അറിയില്ല, യഥാർത്ഥ ലോകത്തിൽ ഉള്ള എന്നെ അവർക്കൊന്നും അറിയില്ല, അതുകൊണ്ട് അവർ പറയുന്നതൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത കാര്യമാണ്. ശരി, അതിനുശേഷം ഈ മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ കുറച്ച് നാളായിട്ടാണല്ലോ ഈ സ്ത്രീയുടെ അടുത്ത് ഇടപെടുന്നത്. അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ സ്ത്രീക്ക് മനസ്സിലുള്ള ഒരു ചിന്താവൈരുദ്ധ്യം കാരണമാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന്. അപ്പോൾ
ആ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, നോക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേയധികം കൂട്ടുകാരും ഫാമിലി മെമ്പേഴ്സും വളരെ നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളിവിടെ അഡ്മിറ്റ് ആയ സമയത്ത് നിങ്ങളെ കാണാൻ വരികയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തിരുന്നല്ലോ. നിങ്ങൾ അതിനെങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ജീവിതത്തിൽ കുറേയധികം ആൾക്കാരുണ്ടല്ലോ. അപ്പോഴും ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ആ സ്ത്രീ പറയുക, അവർക്കൊന്നും യഥാർത്ഥത്തിൽ എന്നെ അറിയുകയില്ല, ആഴത്തിൽ എന്നെ അറിയുകയില്ല. അതുകൊണ്ട് അവർ പറയുന്നതിലൊന്നും കാര്യമില്ല. അവരൊന്നും യഥാർത്ഥത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ വളരെ ടെറിബിൾ ആയിട്ടുള്ള ഓഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഇത്തരത്തിലുള്ളൊരു ചിന്താഗതി മനസ്സിൽ വെക്കുന്ന കാരണം ഈ സ്ത്രീ ഒരിക്കലും ആ യാഥാർത്ഥ്യത്തെ, ചുറ്റുപാടിൽ സംഭവിക്കുന്ന ആ യാഥാർത്ഥ്യത്തെയും ആ സിറ്റുവേഷൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ അവസ്ഥയെയും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഞാൻ എന്നും മോശമായിട്ടുള്ളതാണ്, ഞാൻ എന്നും ചീഞ്ഞഴിഞ്ഞ തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന രീതിയിലാണ് എപ്പോഴും തന്നെ കാണാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും ആ നെഗറ്റീവ് ചിന്താഗതി മനസ്സിൽ നിൽക്കുന്ന കാരണം സ്ത്രീ ഡിപ്രസീവായിട്ടുള്ള കണ്ടീഷനിൽ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ചിന്താവൈരുദ്ധ്യമായിട്ടുള്ള ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്, അത് നിങ്ങൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനെ വളരെയധികം മുന്നോട്ട് നിലനിർത്താനായിട്ട് കാരണഹേതുവായിട്ടുള്ള ഒരു ചിന്താവൈരുദ്ധ്യമാണ്.